Hello students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഫൈൻഡ് ദ നോർമൽ ഫോം ഓഫ് എ മെട്രിക്സ് 1 2 -3 1 -2 1 5 -2 -3. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു നോർമൽ ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ മെട്രിക്സിൽ റോസും കോളംസും 3 ആണ്. സോ വി കൺസിഡർ ദ ഫോം എ I3 I3. സോ നമ്മൾ ആദ്യം തന്നെ എയുടെ റോ എഷ്ലോൺ ഫോം കണ്ടുപിടിക്കുന്നു. റോ ഓപ്പറേഷൻസ് എയിൽ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് എയുടെ റോ എഷ്ലോൺ ഫോം കണ്ടുപിടിക്കുന്നു. സോ എയിൽ ഏതൊക്കെ റോ ഓപ്പറേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അത് ഈ കറസ്പോണ്ടിങ് I3യിൽ അപ്ലൈ ചെയ്യുക. അതേപോലെ ദെൻ എയുടെ റോ എഷ്ലോൺ ഫോം കണ്ടുപിടിക്കുക. അതിനുശേഷം എയിൽ കോളം ഓപ്പറേഷൻസ് എലമെൻ്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച റോ എഷ്ലോൺ ഫോം ഓഫ് എ നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക ചെയ്യും. അപ്പോൾ ആ കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കോളം ഓപ്പറേഷൻസ് നമ്മുടെ ഈ കറസ്പോണ്ടിങ് I3 അപ്ലൈ ചെയ്യും. സോ ലാസ്റ്റ് നമുക്ക് എയുടെ ഒരു കറസ്പോണ്ടിങ് നോർമൽ ഫോം കിട്ടും. സോ ഈ I3 അല്ലെങ്കിൽ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് സ്റ്റേജിൽ എയുടെ നോർമൽ ഫോം കിട്ടുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ P എന്ന് കൺസിഡർ ചെയ്യുന്നു. ഈ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ Q എന്ന് കൺസിഡർ ചെയ്യുക. സോ P ഇൻറ്റു A ഇൻറ്റു Q എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോർമൽ ഫോം എന്ന് പറയുന്ന ഈ ഒരു നോർമൽ ഫോം അല്ലെങ്കിൽ നോർമൽ മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യാം. അത് നമുക്ക് വെരിഫൈ ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, ഇപ്പം ഈ P Q യുണീക്ക് അല്ലെന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓർഡറിനനുസരിച്ച് ഇത് P Q മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റാണോ ഇല്ലയോ P Q കറക്റ്റാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് P ഇൻറ്റു A ഇൻറ്റു Q എടുക്കുമ്പോൾ ഈ ഒരു നോർമൽ ഫോം കിട്ടുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഞാൻ ചെയ്തിരിക്കുന്ന മെത്തേഡിലനുസരിച്ചാണ് എനിക്കിവിടെ ഈ ഒരു P Q കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓർഡർ അനുസരിച്ച് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു P Q ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എയുടെ റോ എഷ്ലോൺ ഫോം കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ എയുടെ റോ എഷ്ലോൺ ഫോം എനിക്ക് ഇവിടെ കിട്ടി 1 2 -3 0 -4 4 0 0 0 എന്ന് പറയുന്ന റോ എഷ്ലോൺ കിട്ടി. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ നമ്മൾ ഓരോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ റൈറ്റ് സൈഡ് മെട്രിക്സ് I3യിൽ നമ്മൾ ആ ഓപ്പറേഷൻ അതേ ഓപ്പറേഷൻ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു. അതിവിടെ ഈ ഒരു മെട്രിക്സ് അപ്ലൈ ചെയ്തു. സോ റോ എഷ്ലോൺ ഫോമിൽ എത്തുമ്പോൾ എനിക്ക് ഈ ഒരു മെട്രിക്സ് I3 എന്ന് പറയുന്ന ഈ ഒരു 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈ ഒരു ഫോമിലേക്ക് മാറ്റി കിട്ടി. ഓക്കെ, അതാണ് നമ്മുടെ P എന്ന് പറയുന്ന മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇതിനെ നമ്മൾ നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള റോസും കോളംസും കംപ്ലീറ്റ് 0 ആയിരിക്കണം. ദെൻ അവിടെ നമ്മൾ എലമെൻ്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നു അടുത്തതായിട്ട്. സോ ആ കോളം ഓപ്പറേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു I3യിൽ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് ഒരു റോ ഓപ്പറേഷൻ കൂടെ പറയുന്നുണ്ടായിരുന്നു. സെക്കൻഡ് റോയെ ഒരു -1/4 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്തു ഒരു റോ ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മെട്രിക്സ് ഇതാണ് നമ്മുടെ P എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, P യൂണീക്ക് അല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് P മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ലാസ്റ്റ് ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. P ഇൻറ്റു A ഇൻറ്റു Q എടുക്കുമ്പോൾ ആ നോർമൽ ഫോം കിട്ടുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യും. അതുകൂടി ചെയ്ത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കോളം ഓപ്പറേഷൻസ് ഇവിടെ നമ്മൾ കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തു ഈ ഒരു മെട്രിക്സിൽ. നമ്മൾ നെക്സ്റ്റ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് I3 അതേ കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ലാസ്റ്റ് എനിക്ക് എയുടെ നോർമൽ ഫോം കിട്ടി. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ബാക്കിയുള്ള റോയും കോളവും കംപ്ലീറ്റ് 0 ആയി. സോ ഇതാണ് എൻ്റെ P എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് Q എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ദിസ് ഇസ് ദ നോർമൽ ഫോം ഓഫ് എ N, ക്യാപിറ്റൽ N. ദാറ്റ് ഈസ് ദ നോർമൽ ഫോം ഓഫ് എ ഈസ് 1 0 0 0 1 0 0 0 0. ദാറ്റ് ഈസ് ദ നോർമൽ ഫോം ഓഫ് എ ആൻഡ് ദ മെട്രിക്സ് P ആൻഡ് മെട്രിക്സ് Q നിങ്ങൾ ജസ്റ്റ് വെരിഫൈ ചെയ്യണം. അവിടെ P ഇൻറ്റു P ഈസ് ദ മെട്രിക്സ് ആൻഡ് Q. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം നമ്മൾ നോർമൽ ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആ നോർമൽ ഫോമിലെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ അതാണ് തന്നിരിക്കുന്ന മെട്രിക്സ് എയുടെ റാങ്ക് എന്ന് പറയും. അല്ലെങ്കിൽ നോർമൽ ഫോമിൽ അല്ലെങ്കിൽ നോർമൽ മെട്രിക്സിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് അതാണ് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം നമുക്ക് നോർമൽ ഫോമിൽ 2 നോൺ സീറോ റോസ് ആണുള്ളത്. N എന്ന് പറയുന്ന മെട്രിക്സിൽ 2 നോൺ സീറോ റോസ് ആണുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ 2 ആണ്. 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് നോർമൽ ഫോമിൽ. സോ എയുടെ തന്നിരിക്കുന്ന മെട്രിക്സ് എയുടെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് കിട്ടുക. റാങ്ക് ഓഫ് A = 2 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് P ഇൻറ്റു A ഇൻറ്റു Q എടുക്കുമ്പോൾ N കിട്ടുന്നുണ്ടോ,
നോർമൽ മെട്രിക്സ് n കിട്ടുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യണം. സോ ഇവിടെ ചെയ്തു വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് നോർമൽ ഫോം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് I2 0 0 എന്നുള്ള ഈ ഒരു നോർമൽ ഫോം, എയുടെ നോർമൽ ഫോം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അവർ മെട്രിക്സ് n, നോർമൽ മെട്രിക്സ് I2 0 0 എന്നുള്ള ഈ ഒരു നോർമൽ ഫോം P ഇൻറ്റു A ഇൻറ്റു Q ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമൽ ഫോമിലേക്ക് കിട്ടുന്നുണ്ട്. സോ P ഇൻറ്റു A, പിയും ക്യൂവും കറക്റ്റ് ആണെന്ന് നമുക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതും കൂടെ ആ ഒരു വെരിഫിക്കേഷനോട് നടത്തി പോവുക. ഓക്കെ, നെക്സ്റ്റ് we consider a definition. Two m by n matrices are not equivalent. റോ ഇക്വലൻ്റ് എന്നല്ല എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. റോ ഇക്വലൻ്റ് എന്താണെന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഡെഫിനിഷൻ ഇക്വലൻ്റ് മെട്രീസസ് എന്താണെന്നുള്ളതാണ്. ഇക്വലൻ്റ് മെട്രീസസ്, റോ ഇക്വലൻ്റ് എന്നല്ല, ഇക്വലൻ്റ് മെട്രീസസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് തിരുത്തി എഴുതുക. ടു m by n matrices are equivalent if they have the same normal form. രണ്ട് m by n മെട്രീസസ് ഇക്വലൻ്റ് ആകാനുള്ള കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് ഇഫ് ദേ ഹാവ് ദ സെയിം നോർമൽ ഫോം. രണ്ട് മെട്രിക്സിൻ്റെയും നോർമൽ ഫോം അല്ല നോർമൽ മെട്രിക്സ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ആ മെട്രീസസ് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വി കൺസിഡർ എ നോട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചേഞ്ച് ചെയ്യുക, തിരുത്തി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വി കൺസിഡർ എ നോട്ട്. m by n matrices are equivalent if and only if they have the same rank. ഓക്കെ, ക്ലിയർ ആണ്. കാരണം നമ്മൾ പറഞ്ഞു രണ്ട് m by n മെട്രീസസ് ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബൈ ഡെഫിനീഷൻ അതിൻ്റെ നോർമൽ ഫോം സെയിം ആയിരിക്കും. സപ്പോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ആ ഒരു നോട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്കിവിടെ കാണിക്കേണ്ടത് m by n മെട്രീസസ് ഈക്വലൻ്റ് ആണെങ്കിൽ അതിൻ്റെ രണ്ട് m by n മെട്രീസസ് ഈക്വലൻ്റ് ആണെങ്കിൽ അതിൻ്റെ റാങ്ക് സെയിം ആണെന്നാണ് നമുക്ക് ആദ്യത്തെ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സപ്പോസ് രണ്ട് m by n മെട്രീസ് ഞാൻ എടുത്തു, എയും ബിയും, അത് ഈക്വലൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഈക്വലൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആയിരിക്കും. എയുടെയും ബിയുടെയും നോർമൽ ഫോം, എയും ബിയും സെയിം ഓർഡറുള്ള മെട്രീസ് ആണ്. സോ എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണെന്ന് പറഞ്ഞാൽ എയുടെയും ബിയിലും നോർമൽ ഫോമിലെ എയുടെയും ബിയുടെയും നോർമൽ ഫോമിലെ നോൺ സീറോ റോസിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറയാം. അല്ലെങ്കിൽ എയിലും ബിയിലും നോർമൽ ഫോം, എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണെന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും നോർമൽ ഫോമിലെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണെന്ന് പറയാം. അല്ലെങ്കിൽ എയുടെയും ബിയിലെയും നോർമൽ ഫോമിലെ നോൺ സീറോ റോസിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് നോർമൽ ഫോമിലെ നോൺ സീറോ റോസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോർമൽ ഫോമിലെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഓർഡറാണ് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എയിൽ നോർമൽ ഫോമിലെ രണ്ട് മെട്രിക്സിൻ്റെ നോർമൽ ഫോം സെയിം ആണ്. ദാറ്റ് മീൻസ് എയുടെയും ബിയുടെയും റാങ്ക് എന്തായിരിക്കും, എയുടെയും ബിയുടെയും റാങ്ക് സെയിം ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു പാർട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. ഇനി സെക്കൻഡ് പാർട്ട് തിരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് എയുടെയും ബിയുടെയും റാങ്ക് സെയിം ആണെങ്കിൽ അത് ഇക്വലൻ്റ് ആണെന്നാണ് നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത്. എയുടെയും ബിയുടെയും റാങ്ക് സെയിം ആണെങ്കിൽ നമുക്കറിയാം എയുടെയും ബിയുടെയും റാങ്ക് സെയിം റാങ്ക് ആണെങ്കിൽ അതിൻ്റെ നോർമൽ ഫോം എന്തായിരിക്കും, സെയിം നോർമൽ ഫോം ആയിരിക്കും നമുക്കറിയാം. റാങ്ക് സെയിം ആണെങ്കിൽ നോർമൽ ഫോം കൺസിഡർ ചെയ്യുമ്പോൾ സെയിം ഓർഡറുള്ള മെട്രിക്സ് ആണ് എയും ബിയും, അതിൻ്റെ റാങ്ക് സെയിം ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നോർമൽ ഫോം എഴുതുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, സെയിം നോർമൽ ഫോം തന്നെ കിട്ടും. ദാറ്റ് മീൻസ് എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണ്. സോ എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, എയും ബിയും ഈക്വലൻ്റ് ആണെന്ന് പറയാം. സോ റാങ്ക് രണ്ട് മെട്രിക്സിൻ്റെ സെയിം ഓർഡറുള്ള രണ്ട് മെട്രിക്സിൻ്റെ റാങ്ക് സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും ആ മെട്രീസസ് ഈക്വലൻ്റ് ആണെന്ന് പറയാം. സോ അതാണ് നമ്മൾ ആ നോട്ടിൽ പറഞ്ഞത്. ദാറ്റ് ഈസ് ടു m by n മെട്രീസസ് ആർ ഈക്വലൻ്റ് if and only if they have the same rank. അപ്പോൾ നമ്മൾ രണ്ട് മെട്രീസസ് ഈക്വലൻ്റ് ആണെന്ന് അറിയാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് നോക്കിയാൽ മതി, അതായത് മെട്രീസസിൻ്റെ റാങ്ക് സെയിം ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. രണ്ട് മെട്രീസസിൻ്റെ റാങ്ക് സെയിം ആണെങ്കിൽ, സെയിം ഓർഡറുള്ള രണ്ട് മെട്രീസസിൻ്റെ റാങ്ക് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ആ മെട്രീസസ് ഈക്വലൻ്റ് മെട്രീസസ് ആയിരിക്കും. മാറിപ്പോരുത്, റോ ഈക്വലൻ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റോ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദാറ്റ് ഈസ് ബി ഈസ് റോ ഈക്വലൻ്റ് ടു എ മീൻസ് ചെയ്യുന്നതാണ് ബി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബൈ യൂസിങ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. ഇവിടെ നമ്മൾ ഈക്വലൻ്റ് എന്താണെന്നാണ് പറയുക, ടു m by n മെട്രിക്സ് ആർ ഈക്വലൻ്റ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകും. നെക്സ്റ്റ് വി കൺസിഡർ അനദർ നോട്ട്, ഈക്വലൻ്റ് ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു റോ ഈക്വലൻ്റ് എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന മറ്റൊരു റിലേഷനാണ് ഈക്വലൻ്റ് റിലേഷൻ. ഈക്വലൻ്റ് റിലേഷൻ എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷൻ, ദാറ്റ് ഈസ് ഈക്വലൻസ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എയും ബിയും ഈക്വലൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആയിരിക്കണം.
ഓക്കെ, അപ്പം അതാണ് ഈക്വലൻറ്റ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഈക്വലൻറ്റ് എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷനാണ്. ഈക്വലൻസ് റിലേഷൻ ദാറ്റ് ഈസ് അത് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. ഈക്വലൻ്റ് എന്ന് പറയുന്നത് ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, എ എന്ന് പറയുന്നത് എയും എയും ഈക്വലൻ്റ് ആണ്. റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എയും എയും ഈക്വലൻ്റ് ആണ്, ശരിയല്ലേ? എയും എയും ഈക്വലൻ്റ് ആകുന്നപ്പോഴാണ് എയുടെയും നോർമൽ ഫോം അല്ലേ, സെയിം മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യും. സോ അതിൻ്റെ നോർമൽ ഫോം സെയിം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബൈ ഡെഫിനിഷൻ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് എയോട് തന്നെ ഈക്വലൻ്റ് ആണെന്ന് പറയാം. ഇനി സിമെട്രിക് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ബിയോട് ഈക്വലൻ്റ് ആണെങ്കിൽ ബി എയോട് ഈക്വലൻ്റ് ആണ്. സോ എ ബിയോട് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണ്. ദാറ്റ് മീൻസ് എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണ്. ദാറ്റ് മീൻസ് ബിയുടെയും എയുടെയും നോർമൽ ഫോം സെയിം ആണ്. സോ ബി എന്ന് പറയുന്നത് എയോട് ഈക്വലൻ്റ് ആണെന്ന് പറയാം. ബിയും എയും ഈക്വലൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് പറയാം. എ എന്ന് പറയുന്നത് ബിയോട് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും നോർമൽ ഫോം സെയിം ആണ്. ബി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന മെട്രിക്സിനോട് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞാൽ ബിയുടെയും സിയുടെയും നോർമൽ ഫോം സെയിം ആണ്. ദാറ്റ് ഈസ് എയുടെയും സിയുടെയും നോർമൽ ഫോം സെയിം ആണല്ലോ. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് സിയോട് ഈക്വലൻ്റ് ആണെന്ന് പറയാം. സോ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സോ ഈക്വലൻ്റ് എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റോ ഈക്വലൻ്റ് റിലേഷനും ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈക്വലൻ്റ് റിലേഷനും തമ്മിൽ ഉള്ള ബന്ധമാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. പ്രൂവ് ദാറ്റ് ഇഫ് എ ആൻഡ് ബി ആർ റോ ഈക്വലൻ്റ് ദെൻ ദേ ആർ ഈക്വലൻ്റ്. അതായത് റോ ഈക്വലൻ്റ് മെട്രിക്സ് എപ്പോഴും ഈക്വലൻ്റ് ആയിരിക്കും. എയും ബിയും റോ ഈക്വലൻ്റ് മെട്രിക്സ് ആണെങ്കിൽ അത് ഈക്വലൻ്റ് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? So suppose that two matrices A and B are row equivalent. Suppose A and B are row equivalent. എയും ബിയും റോ ഈക്വലൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. റോ ഈക്വലൻ്റ് മെട്രിക്സിൻ്റെ റാങ്ക് സെയിം ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് എയുടെയും ബിയുടെയും റാങ്ക് സെയിം ആണ് നമുക്ക് കിട്ടി. ഇനി തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നോട്ടിലുണ്ട് ഈക്വലൻ്റ് ആണെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് ദ സെയിം റാങ്ക്. ഇവിടെ നമുക്ക് കിട്ടി എയുടെയും ബിയുടെയും റാങ്ക് സെയിം ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ നോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം എയും ബിയും ഈക്വലൻ്റ് ആയിരിക്കും എന്ന് പറയാം. എയും ബിയും ഈക്വലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എയും ബിയും റോ ഈക്വലൻ്റ് ആണെങ്കിൽ എയും ബിയും ഉറപ്പായിട്ടും ഈക്വലൻ്റ് ആയിരിക്കും എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എവരി സ്ക്വയർ മെട്രിക്സ് ഈസ് ഈക്വലൻ്റ് ടു ഇറ്റ്സ് ട്രാൻസ്പോസ്. ശ്രദ്ധിക്കാം, എവരി സ്ക്വയർ മെട്രിക്സ് ഈസ് ഈക്വലൻ്റ് ടു ഇറ്റ്സ് ട്രാൻസ്പോസ്. ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ട്രാൻസ്പോസിനോട് ഈക്വലൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് നേരത്തെ എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും റാങ്ക് സെയിം ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. നമ്മളിപ്പോൾ ഈക്വലൻ്റ് റിലേഷൻ ഒരു ക്രൈറ്റീരിയൻ പറഞ്ഞു. ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മെട്രിക്സ് ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ദേ ഹാവ് ദ സെയിം റാങ്ക് ആയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും ഈക്വലൻ്റ് ആണ്. സോ ആ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം എയും എ ട്രാൻസ്പോസും ഈക്വലൻ്റ് ആയിരിക്കും എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഈസ് ഈക്വലൻ്റ് ടു എ ട്രാൻസ്പോസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ എ ഈസ് ഈക്വലൻ്റ് ടു A transpose. Next, consider a question. Show that the following matrices are equivalent. രണ്ട് മെട്രീസ് വന്നിട്ടുണ്ട്. ആ മെട്രീസ് രണ്ടും ഈക്വലൻ്റ് ആണെന്ന് കാണിക്കണം എന്ന് പറയാൻ നമുക്ക് ക്രൈറ്റീരിയ നമുക്കറിയാം. രണ്ട് മെട്രീസ് ഈക്വലൻ്റ് ആണെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി? അതിൻ്റെ റാങ്ക് സെയിം ആണെന്ന് നോക്കിയാൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഈ രണ്ട് മെട്രീസിൻ്റെയും റാങ്ക് എന്താണെന്ന് നോക്കുക. അത് രണ്ടും സെയിം റാങ്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം. ആ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് മെട്രിക്സും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഓർഡർ സെയിം ആണ്. അത് ശ്രദ്ധിക്കണം. സെയിം ഓർഡർ രണ്ട് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ റാങ്ക് സെയിം ആണെന്ന് കാണിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് പറയാം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് മെട്രിക്സും ഈക്വലൻ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ്. ദാറ്റ് ഇസ് ടു മെട്രിക്സ് എ ആൻഡ് ബി ആർ ഈക്വലൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് ദ സെയിം റാങ്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വി കൺസിഡർ തിയറം 1.27. That is, if A is an M-by-N matrix, then the homogeneous system of equation Ax equal to 0 has a non-trivial solution if and only if rank of A is strictly less than n. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മെയിനായിട്ട് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് ഇതാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ ആദ്യം പറയുക. ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും നമുക്കറിയാം. ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് സീറോ സൊല്യൂഷൻ അല്ലെ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്
ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണെന്ന് നമുക്കറിയാം. ഇനി അത് കൂടാതെ ഒരു സൊല്യൂഷൻ, ഒരു നോൺ സീറോ സൊല്യൂഷൻ ആ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും. അതാണ് നമുക്കറിയേണ്ടത്. ഹോമോജീനിയസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ വി കൺസിഡർ ഹോമോജീനിയസ് സിസ്റ്റം 2x1 plus 3x2 plus 4x3 equal to 0. Then we consider 5x1 plus 7x2 plus 8x3 equal to 0. Another equation minus x1 plus x2 minus 2x3 equal to 0. അപ്പോൾ ഞാനൊരു ഹോമോജീനിയസ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. റൈറ്റ് സൈഡ് ടേംസ് കംപ്ലീറ്റ് 0 ആണ്. സോ വി കൺസിഡർ എ ഹോമോജീനിയസ് സിസ്റ്റം. 3 ഇക്വേഷൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് സിസ്റ്റമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഉറപ്പായിട്ട് നമുക്കറിയാം ഹോമോജീനിയസ് സിസ്റ്റമാണ്, റൈറ്റ് സൈഡ് വാല്യൂ കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റത്തിൽ ഇതിനെപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഏതെടുത്താൽ മതി? ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് x1 ഏതെടുത്താൽ മതി? നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ 3 ഇക്വേഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1ഉം x2ഉം x3യുമാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയും, സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയും. സോ ഈ 3 ഇക്വേഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ x1 എങ്ങനെ എടുത്താൽ മതി? 0 എടുക്കുക. x2 എങ്ങനെ എടുക്കുക? 0 എടുക്കുക. x3 എങ്ങനെ എടുക്കുക? 0 എടുക്കുക അല്ലേ. x1 0 കൊടുക്കുമ്പോൾ x2 0 കൊടുക്കും, x3 0 കൊടുക്കും. ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? 0 കിട്ടും. ഹിയർ x1 0 കൊടുക്കുക, x2 0 കൊടുക്കുക, x3 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് തന്നെ കിട്ടും? 0 കിട്ടും. x1 0, x2 0, x3 0 എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും? 0 എടുക്കും. ഇപ്പോൾ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് 0 ആയതുകൊണ്ടാണ്, അതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആയതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഏത് സൊല്യൂഷൻ ഉണ്ടായിരിക്കും? xi 0 എടുത്തു കഴിഞ്ഞാൽ, അല്ലെ x1 x2 x3 0 എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയാം. ദാറ്റ് മീൻസ് ട്രിവിയൽ സൊല്യൂഷൻ, അല്ലെ സീറോ സൊല്യൂഷൻ എപ്പോഴും ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരേ ഒരു സൊല്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതേതാണ്? സീറോ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് വിളിക്കും ട്രിവിയൽ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ട്, ദാറ്റ് ഇസ് എ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഇത് കൂടാതെ, ഈ സീറോ സൊല്യൂഷൻ കൂടാതെ വേറെ ഏതെങ്കിലും നോൺ ട്രിവിയൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ നോൺ സീറോ സൊല്യൂഷൻ എന്തെങ്കിലും ഇത് കൂടാതെ മറ്റൊരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതിനൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനൊരു മെത്തേഡാണ് നമ്മൾ ഈ തിയറം പറയുക, തിയറം 1.27. If A is an m by n matrix, then the homogeneous system of equation Ax equal to 0 has a non-trivial solution, has a non-zero solution or non-trivial solution if and only if rank of A strictly less than n. Rank of A strictly less than n. കിട്ടിയല്ലോ? ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ശ്രദ്ധിക്കണം, m by n ആണ്. സോ ഇവിടെ n എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് കോളംസ് ആണ്, അത് ബ്രാക്കറ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷനാണ് ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം m by n ഓർഡർ ഉള്ള മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ the homogeneous system Ax equal to 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സീറോ സൊല്യൂഷൻ, ഒരു നോൺ സീറോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ if and only if rank of A strictly less than number of columns of A. Okay, we consider the proof. Let AI be the ith column of A. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോളംസിനെയും റോസിൻ്റെയും റെപ്രസെൻറ്റേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ എയുടെ ith കോളത്തെ സ്മോൾ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. Then there is a non-zero column matrix X. Then there is a non-zero column matrix small x ആണ്, ക്യാപിറ്റൽ എക്സ് അല്ല, നമ്മളിവിടെ എല്ലാം സ്മോൾ എക്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സ്മോൾ. And there is a non-zero column matrix small x that is equal to x1 column matrix x1 x2 etc. xn such that Ax equal to 0 if and only if a1 x1 plus a2 x2 plus etc. an xn equal to 0, that is x1 a1 plus x2 a2 plus etc. xn an equal to 0. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എ എന്ന് പറയുന്ന ഒരു m by n ഓർഡറുള്ള മെട്രിക്സാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചുകൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് a1 ആയിരിക്കും, സെക്കൻഡ് കോളം a2 ആയിരിക്കും, എക്സെട്ര എത്ര കോളം ഉണ്ട് nth കോളം ആയിരിക്കും an എന്ന് പറയും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ ഈ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് എഴുതുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെ ആയിരിക്കും വരിക. ദറ്റ് ഈസ് a1 എന്ന് പറയുന്നത് എയുടെ ഫസ്റ്റ് കോളമാണ്, a2 എന്ന് പറയുന്ന സെക്കൻഡ് കോളമാണ്, എക്സ്ട്രാ a എന്ന് പറയുന്ന nth കോളം. സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ എഴുതുമ്പോൾ എനിക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക, എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുക. ദെൻ Ax ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് Ax ഈക്വൽ ടു 0, എക്സ് എന്ന് പറയുന്നത് വി കൺസിഡർ എക്സ് ഈസ് ദ കോളം മെട്രിക്സ്, ദറ്റ് ഈസ് x1 x2 etc. xn. Okay, x is this column matrix x1 x2 etc. xn and A is this matrix. So Ax എന്ത് വരും?
a into x become a1 x1 plus a2 x2 plus extra an xn equal to 0. That is ax equal to 0 എന്ന് പറയുന്നത് we get a1 x1 plus a2 x2 plus extra an xn equal to 0. That is നമ്മൾ അറേഞ്ച് ചെയ്തു. That is we get x1 a1 plus x2 a2 plus extra xn an equal to 0. ഇനി നോക്കട്ടെ, നമുക്കറിയേണ്ടത് hence a has a non zero solution x. a has a ഇനി നമുക്കറിയേണ്ടത് ax equal to 0ക്ക് ഒരു നോൺ സീറോ സൊല്യൂഷൻ എക്സ്, ഒരു നോൺ സീറോ സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്കറിയേണ്ടത്. അപ്പോൾ ax equal to 0 ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. ഈ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് ax equal to 0 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. x1 a1 plus x2 a2 plus etc xn an equal to 0. ഓക്കെ, ax equal to 0 ഞാൻ എഴുതിയതാണ്. ax equal to 0 ഈ ഒരു ഫോമിൽ കിട്ടി. x1 a1 plus x2 a2 plus etc xn an എന്ന് പറയുന്ന ഈ ഒരു ഫോമിൽ ax equal to 0 ഞാൻ മാറ്റി എഴുതി. ഇനി നമുക്കറിയേണ്ടത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് x1 x2 etc xn ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇവിടെ x1 എന്ന് പറയുന്നത് എക്സിലെ ഫസ്റ്റ് കമ്പോണൻറ്റ്, x2 എന്ന് പറയുന്നത് ഹിയർ സെക്കൻഡ് കമ്പോണൻറ്റ്, എക്സെട്ര xn എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻ മെട്രിക്സ് എക്സിലെ എന്ത് കമ്പോണൻ്റ് ആണ് xn എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഈ എക്സ് എന്ന് പറയുന്ന നോൺ സീറോ സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സ് ഒരു നോൺ സീറോ എക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ സീറോ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയേണ്ടത്. ദറ്റ് ഈസ് ഹെൻസ് എ നോൺ സീറോ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ഈഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് ഇവിടെ ഒരു നോൺ സീറോ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് നോൺ സീറോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ സീറോ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു എക്സ് ഐ വാല്യൂ എങ്കിലും എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു എക്സ് ഐ വാല്യൂ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോൺ സീറോ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നോൺ സീറോ എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ് ഐ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, നോൺ സീറോ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ? അതല്ല നോൺ സീറോ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു എക്സ് ഐ നോൺ സീറോ ആയിരിക്കണം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അല്ലെ, എക്സ് ഈക്വൽ 0യുടെ സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. മീൻസ് ഈ ഇക്വേഷൻ, അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അതെപ്പോഴാണ് പോസിബിൾ ആകുന്നത്? ദാറ്റ് ഈസ് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് a1 a2 എക്സെട്ര an ഒരു ലീനിയർ കോമ്പിനേഷനിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ x1 x2 എക്സെട്ര xn സ്കേലാർസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x1 ഈസ് എ സ്കേലാർ, x2 ഈസ് അനദർ സ്കേലാർ, എക്സെട്ര xn ഈസ് അനദർ സ്കേലാർ. അപ്പോൾ സ്കേലാർ ഇൻറ്റു a1 പ്ലസ് സ്കേലാർ ഇൻറ്റു a2 പ്ലസ് എക്സെട്ര സ്കേലാർ ഇൻറ്റു an അല്ലേ? ദാറ്റ് ഈസ് a1 a2 എക്സെട്ര an ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു, അത് ഈക്വൽ ടു 0. ഓക്കെ, അവിടെ നമുക്കൊരു എക്സ് ഐ എങ്കിലും ഒരു സ്കേലാർ എക്സ് ഐ എങ്കിലും നോൺ സീറോ കിട്ടണം. നോൺ സീറോ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആകുന്ന കേസിൽ ഒരു സ്കേലാർ എങ്കിലും നോൺ സീറോ ആകണമെന്നുണ്ടെങ്കിൽ ബൈ ഡെഫിനിഷൻ അതിൻ്റെ മീനിങ് എന്താണ്? ബൈ ഡെഫിനിഷൻ ദാറ്റ് മീൻസ് ദാറ്റ് a1 a2 എക്സെട്ര an ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അതല്ലേ കണ്ടീഷൻ? ഈ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ a1 a2 എക്സെട്ര an ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ x1 x2 എക്സെട്ര xn സ്കേലാർസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് a1 a2 എക്സെട്ര an ഒരു ലീനിയർ കോമ്പിനേഷനാണ്. അത് 0യോട് ഈക്വലാണ്. അത് 0യോട് ഈക്വലുമാണ്. ഒരു നോൺ സീറോ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്കേലാർ നോൺ സീറോ ആയിരിക്കണം. ദാറ്റ് ഈസ് ഈ ലീനിയർ കോമ്പിനേഷൻ 0യോട് ഈക്വൽ ആകുമ്പോൾ ഒരു നോൺ സീറോ എക്സ് ഐ എങ്കിലും ഒരു നോൺ സീറോ സ്കേലാർ എങ്കിലും കിട്ടുന്ന, അല്ലെങ്കിൽ നോൺ സീറോ സ്കേലാർ എങ്കിലും കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ a1 a2 എക്സെട്ര an ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എനിക്ക് 0 കിട്ടണം. 0 കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ a1 a2 എക്സെട്ര an എന്ന് പറയുന്നത് എപ്പോൾ മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ? a1 a2 എക്സെട്ര an ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ശരിയല്ലേ? ലീനിയർലി a1 a2 എക്സെട്ര an ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആകാൻ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. എന്താണ്? ഓൾ സ്കേലാർസ് എന്തായിരിക്കണം? ഉറപ്പായിട്ടും 0 ആയിരിക്കണം. എല്ലാ എക്സ് ഐ വാല്യൂസും എന്തായിരിക്കണം? 0 ആയി പോകും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ.
അപ്പോൾ ഒരു എക്സ് എങ്കിലും നോൺ സീറോ വരണം, ഈ ലീനിയർ കോമ്പിനേഷൻ സീറോ ആവുന്ന കേസിൽ ഒരു എക്സ് ഒരു സ്കെയിലാർ എങ്കിലും നോൺ സീറോ വരണം എന്നുള്ളത് അവിടെ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകാനുള്ള ആകുന്ന കേസ് മാത്രമേ ഉള്ളൂ അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് എ നോൺ സീറോ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോളംസ് A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന കോളംസ് ഓഫ് A ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോളംസ് ഓഫ് A, കോളംസ് ഓഫ് ക്യാപിറ്റൽ A, ദാറ്റ് ഈസ് കോളംസ് A1 A2 എക്സെട്ര AN ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്കിവിടെ കിട്ടി ഈ ഇക്വേഷന് AX=0 നമ്മൾ അതിനെ ഒരു മറ്റൊരു രീതിയിൽ മാറ്റി എഴുതുകയാണ്. ദാറ്റ് ഈസ് നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് AX=0 എന്ന് പറയുന്ന ഇക്വേഷനും ഒരു നോൺ സീറോ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനൊരു നോൺ സീറോ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന എയുടെ n കോളംസ് ആണല്ലോ ഇത്, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എയുടെ n കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കോളം റാങ്ക് ഓഫ് എയെ പറ്റി നമുക്ക് എന്ത് പറയാം? കോളം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് കോളംസ് ആണല്ലോ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണല്ലോ കോളം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടി എയിൽ എത്ര കോളംസ് ഉണ്ട്? എയിൽ n കോളംസ് ആണ്, മാക്സിമം നമ്പർ ഓഫ് കോളംസ് n ആണ്. ഇവിടെ നമുക്ക് കിട്ടി ഈ n കോളംസും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുന്ന കേസ് മാത്രമേ ഉള്ളൂ AX=0 ഒരു നോൺ സീറോ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് ഈ n കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ കോളം റാങ്ക് ഓഫ് എ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താകത്തില്ല, n ആകത്തില്ല. കാരണം ഈ n കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഒരിക്കലും എന്താകത്തില്ല, n ആകത്തില്ല. പിന്നെ അതിനുള്ള പോസിബിലിറ്റി എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആയിരിക്കും. ദാറ്റ് മീൻസ് കോളം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആണെന്ന് നമുക്ക് കിട്ടി. കോളം റാങ്ക് ഓഫ് എ സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആണ്. കോളം റാങ്ക് ഓഫ് എയും റോ റാങ്ക് ഓഫ് എയും സെയിം ആണ്, അതിനെ നമ്മൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടി റാങ്ക് ഓഫ് എ സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആകുന്ന കേസിൽ മാത്രമേ ഉള്ളൂ എന്ത് AX=0 എന്ന് പറയുന്ന ഇക്വേഷന് ഒരു നോൺ സീറോ സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് നമ്മൾ ആ തിയറം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. Hence, a non-zero solution exists if and only if the columns of capital A, that is small a1, a2, etc. an, that is columns small a1, a2, etc. an are linearly dependent. That is if and only if rank of a bracket column rank strictly less than n. കിട്ടിയല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ?